കമന്റ് ആയിട്ടും അല്ലാതെ പലരും പറയുന്നൊരു മെയിൻ കാര്യമാണ് കേരളം BJP വന്നാൽ ഒരു ബീഹാറോ UPയോ ആയി മാറും എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ്. അതിനെ എങ്ങനെയാണ് നോക്കുകയാണെന്ന്? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയില്ല ഈ ബീഹാറിലും UPയിൽ ഇതിന് മാത്രം എന്ത് പ്രശ്നമുള്ളത്. ഇവര് ഇപ്പൊ നിക്ക് കാര്യം പറയട്ടെ, വെറുതെ അങ്ങനെ തള്ളി പോലെ. ഇവർക്ക് അറിയില്ല എന്താണ് ബീഹാറിലും UPയിലൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. എന്റെ പൊന്നുകുട്ടി, കേരളം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ബീഹാർ പോലെ UP പോലെയൊക്കെ ആവും എന്നൊക്കെ പറയുന്നത്, ബീഹാർ നിന്നും UP എന്നൊക്കെ വരുന്ന വാർത്തകളൊക്കെ അതിഭീകരമാണ്. ഇന്ന് ഈ പെങ്കൊച്ചൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ഈ സംഘികളുടെ ആ ഒരു ആത്മരാജ്യമുണ്ടല്ലോ, ആ ഒരു ആത്മരാജ്യത്ത് നിന്ന് ഇന്ന് വന്നൊരു ഭീകര വാർത്ത. പെങ്ങളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് ഇന്ന് പണം പിൻവലിക്കാൻ വേണ്ടിയിട്ട് പെങ്ങൾ മരിച്ചു പോയിരിക്കുന്നു. അത് മാറ്റണം. അതിനു വേണ്ടിയിട്ട് ആങ്ങള ചെയ്തത് പെങ്ങളുടെ സ്കെൽട്ടൻ ശവക്കല്ലറ മാന്തിയിട്ട് എല്ലുകളൊക്കെ ചാക്കിലാക്കി പൊതിഞ്ഞ് ഏറ്റിയിട്ട് ബാങ്കിന് മുമ്പിൽ പോയി കൊണ്ടുപോയിട്ടു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. അപ്പൊ ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കേരളത്തിലല്ല, അങ്ങ് ഉത്തരേന്ത്യയിലാണ്, നമ്മുടെ നാട്ടിലല്ല എന്നതുകൊണ്ടാണ് എതിർക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇറക്കുന്ന ചില രേഖകളുണ്ട്. അതിലത്തെ ആരോഗ്യം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ച് ഏത് സംസ്ഥാനമാണ് ഏറ്റവും മുകളിലുള്ളത് ഒരു കണക്കിറക്കും. വിദ്യാഭ്യാസം, സമാധാനപരമായി ജീവിക്കുന്നു, പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വിധം കണക്കുകളൊക്കെ ഇറക്കുന്നത് നമ്മുടെ കേരള ഗവൺമെന്റ് അല്ല, കേന്ദ്ര ഗവൺമെന്റാ. ഈ കണക്കിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളവും, ഏറ്റവും താഴെ നിൽക്കുന്നത് ഈ പറയുന്ന ബീഹാറും ഗുജറാത്തൊക്കെ തന്നെയാണ്. പിണറായി വിജയൻ ഉണ്ടാക്കുന്ന കണക്കല്ലാന്ന് ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ. എന്തായാലും കുട്ടിക്ക് ആ തരത്തിലുള്ള വിവരമൊന്നുമില്ല. താങ്കൾക്ക് ആ ഒരു വിവരമൊന്നും ഇല്ലാന്ന് ഈ കുട്ടി ഈ മത്സരിച്ച സമയത്ത് എന്തൊക്കെ വിഡിത്തരങ്ങൾ വിളിച്ചറിഞ്ഞോ അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായി എന്നുള്ളതാണ്. എന്തായാലും കേൾക്കാം. ഒരു സ്ഥലത്ത് ഇപ്പൊ ഞാൻ പറയില്ല, ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ പോലും നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡെവലപ്മെന്റ് എന്താന്ന് പോലും അറിയാത്ത, അതായത് അതുപോലെ ഫുഡ് പോലും കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. പടച്ചോന് തള്ളു നോക്കി, ഫുഡ് പോലും കിട്ടാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. മനസ്സിലല്ലേ? ഭയങ്കരമാണ് കേട്ടോ. രണ്ട് രീതിയിലുള്ള ആൾക്കാരും ആ നാട്ടിൽ ഉണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവര് ചെയ്യുന്ന എന്താ, അല്ല ചോദിക്കാൻ മറന്നുപോയി കുട്ടി, ആ ഫുഡ് പോലും കിട്ടാത്ത ആ ഒരു ആളെ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലേ? അതാരാണ്? നമ്മുടെ കേരളത്തെ ഒരു മുൾമുനയിൽ നിർത്താൻ ആ ഒരൊറ്റ വാർത്ത പോലെ ഇപ്പോഴും ഭക്ഷണം കിട്ടാത്ത ആളുകൾ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്റെ പൊന്നു BJP-ക്കാരി, നിങ്ങളത് എന്താണ് ആളുകൾക്ക് മുഴുവൻ എത്തിക്കണ്ടേ? പിണറായി വിജയൻ കുടുങ്ങൂലേ, തൂങ്ങൂലേ? വലിയ പ്രശ്നമല്ലേ? ഇപ്പോഴും ഫുഡ് പോലും കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ പ്രസക്തിയൊന്നും ആഗ്രഹമില്ല, വെറുതെ പിണറായി വിജയനെ മെനക്കെടുത്താൻ താങ്കൾക്കൊന്നും ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തേ? ആ ഫുഡ് പോലും കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അത് കണ്ടല്ലോ, മറ്റുള്ളവർ കണ്ടില്ല, നോക്കുന്നില്ല, വേട്ട് പുല്ല്, നിങ്ങളത് കണ്ടല്ലോ, നിങ്ങൾ എന്താ ചെയ്തേ? വല്ല ഉത്തരവുണ്ടോ കുട്ടിയെ? ആരോടാ ചോദിക്കുന്നേ? അവിടെ ചെന്നിട്ട് ഈ തരത്തിൽ അതിദാരിദ്ര്യമായിട്ട് കിടക്കുന്ന എന്തെങ്കിലും സ്ഥലം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സ്ഥലം, എന്റെ കുട്ടി, അത് മാത്രമല്ല, അതിദാരിദ്ര്യമാണ് അവിടെ മൊത്തം. അതിഭീകരമായിട്ടുള്ള അതിദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന് കുട്ടിക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇനി കഴിഞ്ഞില്ല കേട്ടോ, ഞാൻ അടുത്തൊരു തള്ളലുണ്ട്. BJP വന്നതുകൊണ്ട് ബീഹാർ UP ഒന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഞാൻ കോഴിക്കോട് പോയിന്ന്, ഞാൻ ഹൈവേ, നമ്മുടെ നാഷണൽ ഹൈവേ കൂടെയാണ് പോയത്. ഞാൻ ഓർക്കുക എത്രമാത്രം ഞങ്ങളൊരു എത്രയോ ടൈമാണ് നമുക്ക് അവിടെ സേവ് ആയത്. കാരണം പണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ബൈ റോഡ് പോകുന്ന സമയത്ത് ഒരു 7-8 മണിക്കൂർ എങ്ങനെ പോയാലും ടു കോഴിക്കോട് നമുക്ക് എടുക്കും. ഇന്ന് ആ സ്ഥാനത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരു 4-5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കോഴിക്കോട് എത്തി ഏറ്റുമാനൂർ. അപ്പൊ അതെന്താ BJP വന്നപ്പോ ഇവിടെ മോശമാവാണ് ചെയ്തത്? സ്റ്റിൽ BJP ഇവിടെ. എന്റെ പൊന്നു കുട്ടിക്ക് ഇപ്പോഴും വിവരമില്ല. നമ്മുടെ കേരളത്തില് ഈ ഒരു നാഷണൽ ഹൈവേ ചർച്ച തുടങ്ങിയിട്ട് കുറെ കാലങ്ങൾക്ക് മുമ്പാണ്. ഉമ്മൻചാണ്ടി മുതൽ തുടങ്ങിയതാ. അവർക്ക് ഉള്ളൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ അന്നൊന്നും ഈ ഹൈവേ വരാത്തതിന്റെ ഏറ്റവും വലിയ വിഷയം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണം. അതാര് ചെയ്യും? ഗവൺമെന്റ് എങ്ങനെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ
അപ്പൊ തന്നെ ഗവൺമെന്റിനെ പൂട്ടി പണ്ടറക്കുന്ന പരിപാടിയിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ സമരത്തിനിറങ്ങും. അപ്പോഴാണ് അന്നൊന്നും സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഹൈവേ വന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് എന്റെ പൊന്നുകുട്ടി. ഈ കുട്ടിയുടെ പേരെന്ന് ഭയങ്കര രസമുള്ളൊരു പേരായിരുന്നു, എന്തൊരു നായരാണ്. എന്തായാലും പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ അധികാരത്തിലേക്ക് വരുന്നേ. പിണറായി വിജയൻ പറഞ്ഞത് സ്ഥലമൊക്കെ നമുക്ക് ചെയ്യാം, അതൊക്കെ ഏറ്റെടുത്ത് കൊടുക്കാം, ഹൈവേ വരണം. ഹൈവേ വരികയാണെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് സ്ഥലം ആരിൽ നിന്നെല്ലാം ഏറ്റെടുക്കുന്നോ അവർക്ക് അവർ അർഹിച്ചതിനേക്കാൾ കൂടുതൽ തുക കൊടുക്കണം. അത് അപ്പം തന്നെ കൊടുക്കണം, പിന്നെ തരാമെന്നല്ല. അത് കൊടുത്തിട്ട് പണം കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം സ്ഥലം വിട്ടുകൊടുത്താൽ മതി. ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം റെഡിയാക്കിയിട്ട് സ്ഥലം എടുത്തു കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മുടെ കേരളം 560 കോടിയോളം രൂപ എങ്ങാനും ചെലവഴിച്ചെന്നാണ് എൻ്റെ ഒരു അറിവ്. മനസ്സിലാവണ്ട? അത് ചെയ്ത ഏക സംസ്ഥാനം അത് നമ്മുടെ കേരളം മാത്രമാണ്. അങ്ങനെ പിണറായി വിജയന്റെ ഇച്ഛാശക്തി കൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് ഈ വർക്ക് നിർമ്മിക്കുന്ന, ഈ വർക്ക് ചെയ്യുന്ന കമ്പനികളുടെ കയ്യിലേക്ക് ആ സ്ഥലം കൊടുത്തുകൊണ്ട് മാത്രമാണ് ഈ വർക്ക് ഇവിടെ നടന്നത്, ഈ ഹൈവേ ഇവിടെ വന്നേ. കുട്ടിയുടെ വർത്തമാനം കേട്ടാൽ വിചാരിക്കും നരേന്ദ്രമോദി നേരിട്ട് കൊടുത്തിട്ട് പൈസ ഇറക്കുകയാണെന്ന്. അല്ല, ചില കമ്പനികൾക്കാണ് ഈ വർക്ക് മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്തുള്ളത്. ഇപ്പോ നിങ്ങൾ ഈ ഹൈവേ വഴി പോകുമ്പോൾ നല്ല ടോള് കൊടുക്കേണ്ടി വരും, അല്ലേ? കോഴിക്കോടൊക്കെ ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്തായാലും മിനിമം ഒരു 180 രൂപയെങ്കിലും ടോള് കൊടുത്തിരിക്കും. ആ ടോൾ എവിടേക്കാ പോകുന്നേ? കേന്ദ്ര ഗവൺമെന്റിന്റെ കീശയ്ക്കാണോ പോണേ? അല്ല, ഈ കമ്പനികൾക്കാ പോണേ. കമ്പനികളാണ് പൈസ ഇറക്കിയിട്ടത്. ഒരു രാജ്യം മുഴുവൻ മൊത്തമായിട്ട് നരേന്ദ്രമോദി സ്വന്തം പോക്കറ്റിൽ നിന്നല്ല ഇറക്കിയത്. അപ്പൊ ആ കമ്പനികൾക്കാണ് ഈ ടോള് പിരിക്ക പോകുന്ന അർത്ഥം. അവരെത്ര കോടി ഇറക്കി എത്ര കോടി പിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തമില്ല. അതവർ ചെയ്തിരിക്കും. ഇനി കേൾക്കണ കുട്ടി ഇക്കാര്യത്തിലൊന്നും ഒരു ധാരണയില്ല. ആ തരത്തിലൊരു ഭരണ ഇതായിട്ട് വന്നിട്ടില്ല. നമ്മുടെ എന്താ പറയാ, നമ്മുടെ PM ആയിട്ടുള്ള ആള് അവിടെ ഇരുന്നിട്ട് നമുക്ക് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് എന്തായാലും അങ്ങനെ ബീഹാർ ആക്കാനാണെങ്കിൽ ഇവിടെ ഇപ്പൊ നാഷണൽ ഹൈവേ 6 ലൈൻ നാഷണൽ ഹൈവേ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ബീഹാർ UP ഒന്നും ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുട്ടിക്ക് തോന്നണ്ട, അത്യാവശ്യം വിവരമുള്ള ആൾക്കാർക്കൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൂഞ്ചും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം. 2 പ്രശ്നം കൊണ്ടപ്പോൾ തിരുവനന്തപുരം മുട്ടിക്കിടക്കുന്നത്. ഒന്ന് മാലിന്യം, ഒന്ന് കുടിവെള്ളം. 2 കാര്യവും അവിടെ ഇപ്പം നേരം പോലെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ ഈ NDA BJP കേരളത്തിൽ ഭരിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് ഇപ്പം ആതിരയുടെ ആവാം, അഖിൽ മാരാറെ ആകാം, കൃഷ്ണകുമാർ സാറിന്റെ ആവാം, ഇങ്ങനെ പല BJPയുടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് അവർ പറഞ്ഞ ചില വേർഡ്സ് വെച്ചിട്ട് അതിനെ ഭയങ്കര ട്രോൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പല ഇതുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് ആതിരയ്ക്ക് പറയാനുള്ളത്? ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്കും ഇതേ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ ഒരു വേർഡിനെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഇപ്പം ഞാൻ മുന്നേ ഒരു ഇന്റർവ്യൂല് നമുക്ക് ഈ മനുഷ്യരാണ് തെറ്റ് പറ്റുമെന്നുള്ളത്. ഇപ്പൊ നമ്മൾ പോലും ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുന്ന എന്റെ കുട്ടി ഇവിടെ വലിയ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ നാവുപഴ സംഭവിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് അത് തന്നെ ചോദിക്കട്ടെ, ഒരാളൊരു 10 എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ള എല്ലാ വിഡ്ഢിത്തരവും പൊട്ടത്തരവും ഒരു നാണവും മാനില്ലാതെ വിളിച്ചു പറയാം. എന്നിട്ട് അതിന് നാവ് പേഴാന്നാ പറയുന്നത്. ഇത് നാവ് പേഴ അല്ല കുട്ടിയെ, നീ പറയുന്ന മഹാവിഡ്ഢിത്തരങ്ങളാ. അത് ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം. അപ്പൊ നാട്ടുകാരെടുത്തിട്ട് എയറിലാക്കും. കുട്ടിക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും തിരിഞ്ഞിട്ടില്ല. ഇനി അടുത്ത ദിവസം കാണാം. ബൈ.